2003 സുന്ദർ സിയുടെ സംവിധാനത്തിൽ കമലഹാസൻ്റെ സ്റ്റോറിയിൽ വന്ന സിനിമയായിരുന്നു അൻപേ ശിവം. വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം. സുന്ദർ സി എന്ന് പറഞ്ഞ ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ചെയ്ത സിനിമകൾ മൊത്തം എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമഡി, കുറേ മസാല, ഗ്ലാമർ ഇത് മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന ഒരു ഡയറക്ടറാണ്. ഒരു ഫെസ്റ്റിവൽ ഫിലിംസ് മാത്രം എടുക്കുന്ന വ്യക്തി ഒരു കൾട്ട്, ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായൊരു സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടൊരു പടം ചെയ്തു. അതാണ് അൻപേ ശിവം. അൻപേ ശിവം എന്ന് പറയുന്ന സിനിമ ഈ സുന്ദർ സിയുടെ മൊത്തം ഫിലിമോഗ്രാഫി തൂക്കിയാലും അൻപേ ശിവത്തിൻ്റെ പകുതി പോലെ എത്തില്ല. അത്രയും പെർഫെക്റ്റ് ഒരു പടം ചെയ്ത് വെച്ച വ്യക്തിയായി. പക്ഷെ മൂപ്പര് പിന്നീട് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ. ഈ സിനിമ തിയേറ്ററിൽ വലിയൊരു വിജയമായില്ല. അതായിരുന്നു മെയിൻ റീസൺ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അൻപ് അരസ് എന്ന് പറയുന്ന മാധവൻ്റെ കഥാപാത്രം നല്ല ശിവൻ എന്ന് പറഞ്ഞ കമലഹാസൻ്റെ കഥാപാത്രവും തമ്മിൽ കണ്ടുമുട്ടുന്നതും ശേഷം അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും ഒരു യാത്രയാണ് ഈ സിനിമ പറയുന്നത്. ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട്. ഓരോരോ നാടുകൾ കാണുന്നുണ്ട്. അവിടുത്തെ ഓരോരോ കൾച്ചറിനെ പറ്റി പറയാം. കമ്മ്യൂണിസം ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, മുതലാളിത്തമുണ്ട്, അതുപോലെ തൊഴിലാളികളുടെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്, പ്രണയത്തിനെ പറ്റി പറയുന്നുണ്ട്, ദൈവത്തിനെ പറ്റി പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ സ്വഭാവം, അവരുടെ ഓരോരോ ഇമോഷൻസിനെ പറ്റി അത്രയും സൂപ്പർബായി കൺവേ ചെയ്യേണ്ട ഈ സിനിമ. ഇത് ഒരിക്കലും ഒരു ഫിലിം എന്നുള്ളതിലും കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു ഇമോഷൻ എന്നേ ഞാൻ പറയുള്ളൂ. ഈ സിനിമ എന്നെ അത്രയും ടച്ച് ചെയ്തൊരു പടമാണിത്. ഇതിൽ വിദ്യാസാഗർ കൊടുത്ത മ്യൂസിക്കൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. ഇതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് ഉണ്ട് അൻപേ ശിവം എന്നുള്ള. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് തട്ടും. അങ്ങനത്തെ ഒരു ഫിലിം. ഇതിലൊരു നായ ഉണ്ട്. ആ നായ പോലും വേറെ ലെവൽ പെർഫോമൻസ് ആണെന്ന് പറയേണ്ടി വരും. അത്രയും ടോപ്പ് നോച്ച് ഫിലിം. കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.